ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നല്ലൊരു അടിപൊളി കിടുക്കാച്ചി സാമ്പാറൊന്ന് കണ്ടത് നോക്കിയാലോ. കൂടുതൽ മസാലകളോ കഷ്ണങ്ങളോ ഒന്നും ഇടാതെ തന്നെ സിമ്പിളായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള സാമ്പാറാണ് ഇത്. എങ്ങനെയാണ് നമുക്കൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാലോ. വീഡിയോ കാണുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം, ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കിടുക്കാച്ചി സാമ്പാർ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അല്ലേ. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു അരക്കപ്പ് നമ്മളെ മൈസൂർ ദാലില്ലേ, ചുവന്ന പരിപ്പ്, അതാണ് നല്ലതുപോലെ കഴുകി അത് ചേർത്ത് കൊടുത്ത്, പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഒരു വലിയ ഉരുളക്കിഴങ്ങും അതേപോലെ 2 മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു പടവലങ്ങൻ്റെ പകുതി പടവലങ്ങ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അഞ്ച് നമ്മളെ ഇതുണ്ടല്ലോ കോയക്ക എന്ന് പറയും ഞങ്ങളെ കണ്ണൂർ ഭാഗത്ത്, നമ്മളിവിടെയൊക്കെ കോവക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു വിസിലും മതി, ഒറ്റൊരു വിസിലും മതി. കൂടുതൽ വിസിലിടുമ്പോൾ പരിപ്പും നല്ലോണം വെന്ത് പോകും. അതിനേക്കാൾ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മൾ പച്ചക്കറി ഉണ്ടല്ലോ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ട് ഒന്നും തന്നെ കാണൂല. ഒരു എന്താ പറയുക, സാമ്പാർ ഇങ്ങനെ ഒരു കട്ടി പോലെ ആയിപ്പോവും. അതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഒരു വിസിലിട്ട് വേവിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാന്ന്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 2 വലിയ പഴുത്ത തക്കാളിയും അതേപോലെ ഒരു 6 നമ്മളെ വെണ്ടക്ക ഉണ്ടല്ലോ, വെണ്ടക്ക ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ കട്ട് ചെയ്തിട്ട് നടുവിലെ കഷ്ണങ്ങളാക്കിയതാണ്, അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ എണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഉടഞ്ഞ് വരട്ടെ. അതിന് വേണ്ടി നമുക്ക് 2 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയിട്ടെടുക്കാം. ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതെന്താ പറയുക, വെണ്ടക്ക അതേപോലെ തന്നെ ഉണ്ടാവും. പിന്നെ തക്കാളിയും അങ്ങനെ തന്നെയാണ്, അധികം ഉടഞ്ഞു പോവില്ല. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ്. നല്ലതുപോലെ തന്നെ ഇതെല്ലാം വാടി വരുന്നുണ്ട്. വാടി വരുമ്പോൾ നമുക്കതിലേക്ക് 1.5 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്കയും തക്കാളിൻ്റെ കൂടെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ട് മല്ലിപ്പൊടിൻ്റെ നമ്മളെ പച്ച ചുവക്ക നല്ലതുപോലെ കളയണം. അതൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതെടുത്തിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. സാമ്പാർ നേരത്തെ ഞാനെല്ലാം വേവിച്ചിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ കഷ്ണങ്ങളൊന്നും ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ കട്ടിയായിട്ടാണ് ഉള്ളത്. ഇത് ഇങ്ങനെയല്ലല്ലോ സാമ്പാർ വേണ്ടത്, കുറച്ച് ലൂസ് വേണ്ടേ. അതിന് വേണ്ടി ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളിപ്പം വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വാട്ടിയ അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ മറ്റേ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം തിളച്ച വെള്ളം ഞാൻ ഈ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്ത് പച്ചവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് ഒരു ഒരു വെള്ളച്ചോയ എന്ന് പറയുന്നില്ലേ, അതുണ്ടാവും. തീരെ ഒരു ടേസ്റ്റ് മുമ്പോട്ടേക്ക് വരില്ല. അതിലേക്ക് നമ്മൾ സാമ്പാറിലേക്ക് ഞാനൊരു 3-4 നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ തന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പുളി നല്ലതുപോലെ തന്നെ പിഴിഞ്ഞെടുത്ത് ഇത് പുളിയോട് കൂടി ഇതേപോലെ തന്നെ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. 2 തവണയായിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പുളിവെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നമ്മളെ കറിയൊന്ന് നമുക്കിതൊന്ന്
ലൂസാക്കിയിട്ടെടുക്കുക. ഇപ്പം കണക്കായ സാമ്പാറായി ഇത്ര മതി. ഇതിനേക്കാൾ ലൂസും വേണ്ട കട്ടിയും വേണ്ട. ഇത് നമ്മൾ എന്താ പറയുക, ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതാക്കും. എന്നാലും ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇത്ര മതി. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വീഡിയോയിൽ കാണുന്നതാണ്. ലൂസുണ്ട് കറി എന്നൊക്കെ നല്ല കണക്കായിട്ടുള്ള സാമ്പാർ തന്നെയാണ്. അതിലേക്ക് ഞാൻ തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളം നമ്മളെ കായപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് തിളപ്പിച്ചത് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്കൊരു താളിപ്പ് വേണം. അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നിറയെ തന്നെ കടുകും പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തന്നെ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് എല്ലാം തന്നെ നല്ലതുപോലെ എടുത്തതിന് ശേഷം ഇത് എല്ലാം തന്നെ നല്ലതുപോലെ മൂത്ത് വരുമ്പം നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം. നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫാക്കി വെക്കാം. ഓഫാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് നമ്മളെ സാമ്പാർ പൊടിയില്ലേ, നമ്മളെ സാമ്പാർ പൊടി ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടിയാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി നമ്മൾക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. നമ്മളെ തീ ഒരൊട്ടും ഉണ്ടാകാൻ പാടില്ല. ചേർത്ത് കൊടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നല്ലതുപോലെ തന്നെ സാമ്പാറിൻ്റെ പൊടി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് എന്താക്കണം, നമ്മളെ ചട്ടി ഇപ്പുറത്തേക്ക് വെക്കുക. ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മളെ സാമ്പാർ മൂപ്പിച്ച് വെച്ച സാമ്പാർ പൊടിയും അതേപോലെ കടുക് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് അടച്ച് വെക്കുക. ഞാനിതൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറക്കുന്നത് കേട്ടോ. സാമ്പാറിൻ്റെ കളറൊക്കെ വേറൊരു ലെവലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കുക. അടിപൊളി ചോറിന് അടിപൊളി കറിയാണിത്. ഇനിയും നല്ല നല്ല കറികളും അതേപോലെ വീഡിയോകളും ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തരണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് ഈ വീഡിയോ കാണാനും വീഡിയോ ഇടാനൊക്കെ താല്പര്യം കേട്ടോ. എന്നാൽ ശരി, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.